ശാന്തമായി കണ്ണടച്ചിരുന്ന് കേൾക്കാൻ പറ്റുമോ ഈ അനുഭവം? കേൾക്കാം. സർ, എൻ്റെ പേര് അമ്മു. ഇന്ന് എനിക്ക് ഭഗവാൻ തന്ന ഒരു ചെറിയ അനുഭവം പങ്കുവയ്ക്കണമെന്ന് തോന്നി. ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അവിടെ വൈകുന്നേര ശീവേലി കാണാനും ഭഗവാന്റെ ഒപ്പം ചുറ്റാനും എനിക്ക് വളരെ ഇഷ്ടമാണ്. സത്യമായി പറഞ്ഞാൽ അതിനുവേണ്ടിയാണ് ഞാൻ ഇത്ര ദൂരം യാത്ര ചെയ്ത് അവിടെ പോകാറുള്ളത്. എൻ്റെ വീട്ടിൽ നിന്നും 25 മിനിറ്റ് ദൂരമുണ്ട് ഈ അമ്പലത്തിലേക്ക്. ഈ അമ്പലത്തിനെക്കുറിച്ച് മുന്നേ ഒരു അനുഭവം പറഞ്ഞപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഭഗവാനെ കാണാൻ പോകാൻ നിൽക്കുകയായിരുന്നു. അന്ന് ആദ്യം ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സമയം 7:20. അതേ സമയം തന്നെയാണ് ശീവേലി സാധാരണ തുടങ്ങുന്നത്. എൻ്റെ മനസ്സൊന്ന് തളർന്നു. ഇന്ന് ഭഗവാന്റെ ഒപ്പം ചുറ്റാൻ പറ്റില്ലല്ലോ എന്ന് വിഷമമായി. വണ്ടിയിൽ വരുമ്പോൾ മനസ്സിൽ ഞാൻ ഭഗവാനോട് ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ: കൃഷ്ണ, ഞാൻ ഇത്ര ദൂരത്തുനിന്ന് വരുന്നത് നിന്റെ ശീവേലി ചുറ്റാനാണ്. എന്നെ കൂട്ടാതെ പോകരുതേ. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു, എന്നെ കൂട്ടാതെ പോവല്ലേ ഭഗവാനെ എന്ന്. എൻ്റെ കൂടെ ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു, സമയം കഴിഞ്ഞു, ഒരു ചുറ്റെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം വലിയൊരു അമ്പലമാണ്. അത് 7:20 തുടങ്ങിയാൽ 7:50 ശീവേലി 4 വട്ടം ചുറ്റിക്കഴിയുള്ളൂ. ഇന്ന് വരെ പോയിട്ട് കറക്റ്റ് 7:20 തന്നെയാണ് ഭഗവാന്റെ വിഗ്രഹം പുറത്തേക്ക് ഇറക്കുന്നത്. പക്ഷെ എൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സ് പറഞ്ഞത് ഒന്ന് മാത്രം: ഭഗവാൻ എന്നെ കൊണ്ടുപോകാതെ പോവില്ല എന്ന്. ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയത് ഏകദേശം 7:35. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. ചെണ്ടമേളവും വിളക്കുമൊക്കെയായി ശീവേലി പുറത്തു നിൽക്കുന്നു. കുറച്ച് നീങ്ങിയാണ് നിൽക്കുന്നത്. ശീവേലി തുടങ്ങി കുറച്ച് നീങ്ങിയിട്ടുണ്ട്, പക്ഷേ മുന്നോട്ട് പോകുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത്, ഭഗവാന്റെ മുന്നിലെ വിളക്കണഞ്ഞിരുന്നു. ഭഗവാന്റെ തൊട്ടു മുന്നിലും ചെണ്ട കൊട്ടുന്ന ആളുടെ മുന്നിലും വിളക്കുണ്ടാവും. പക്ഷേ ഭഗവാന്റെ മുന്നിലുള്ള വിളക്ക് കത്തിക്കുന്നത് ഭഗവാന്റെ ശ്രീകോവിലിൽ നിന്നാണ്. അതാണ് അവർ അവിടെ താമസിച്ചു നിൽക്കുന്നത്. അങ്ങനെ അത് വീണ്ടും ശ്രീകോവിലിൽ നിന്ന് കത്തിച്ചു കൊണ്ടുവന്നു. ഞങ്ങളെത്തിയതും ആ വിളക്ക് വീണ്ടും തെളിഞ്ഞു. അതിനുശേഷം ആദ്യം ചുറ്റു തുടങ്ങി. ആ നിമിഷം എനിക്ക് തോന്നിയത് ഒന്ന് മാത്രം: എന്നെ കൂടെ കൂട്ടാൻ വേണ്ടി കൃഷ്ണൻ കാണിച്ച ഒരു കുഞ്ഞു കുസൃതി. ഇത് യാദൃശ്ചികമാകാം, പക്ഷേ ഒരു ഭക്തന്റെ മനസ്സിൽ ഇത് ഭഗവാന്റെ സ്നേഹമായി തന്നെ തോന്നും. കാരണം ഭഗവാൻ അറിയാം, ഞാൻ അവിടെ ഓടിച്ചെല്ലുന്നത് ഭഗവാന്റെ കൂടെ ഒപ്പം ശിവേലിക്ക് നടക്കാനാണെന്ന്. ആ ഭഗവാൻ എന്നെ കൂട്ടാതെ പോവില്ല എന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. ഇത് ത്രിമധുരത്തിലൂടെയും സാറ് പങ്കുവച്ച ഓരോ അനുഭവത്തിലൂടെയുമാണ് ഞാൻ ഭഗവാനെ അടുത്തറിയാൻ തുടങ്ങിയത്. ഇന്ന് എനിക്ക് 25 വയസ്സാണ്. പക്ഷേ 1 വർഷം മുൻപാണ് ഭഗവാനെക്കുറിച്ച് ശരിക്കറിയാനും ആ സ്നേഹം മനസ്സിൽ നിറയാനും തുടങ്ങിയത്. സാർ ഈ ചാനൽ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്നും ഭഗവാനെ ഇത്ര അടുപ്പത്തിൽ അറിയാതെ പോയേനെ. ആ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനെ, ആ പരബ്രഹ്മത്തെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇന്ന് ഞാൻ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ എവിടെയോ ദൂരെയല്ല, എൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ടെന്നുള്ള ഒരു അനുഭവമാണ്. എനിക്ക് ഭക്തിയേക്കാൾ ഭഗവാനോട് അകമഴിഞ്ഞ സ്നേഹമാണ് സാർ. കാരണം സ്നേഹത്തിന് മുന്നിൽ അശുദ്ധിയെന്നോ അകലമെന്നോ തടസ്സമെന്നോ ഒന്നുമില്ലല്ലോ. അത് മനസ്സിലാക്കി തന്നത് ഈ ത്രിമധുരമാണ്. സാറിനെയും കുടുംബത്തെയും നമ്മുടെ ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും ഭഗവാൻ എന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അനുഭവം കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയത് മഞ്ജുലാലിൻ്റെ കഥയാണ്. മഞ്ജുള വാരസ്യാറില്ലേ, വാരസ്യാരുടെ ആ മാലയണീച്ച കഥയില്ലേ. ഭഗവാന് കാത്തിരിക്കും എന്ത് തന്നെയായാലും. ഈ മോള് 25 വയസ്സായിട്ടുള്ളൂ, സഹോദരിക്കില്ലേ. സഹോദരിയെ അത്രയും ആഗ്രഹത്തോടെയാണല്ലേ ദൂരെ നിന്ന് വരുന്നത്. ചില ക്ഷേത്രങ്ങളിലേക്കൊക്കെ ചില ചടങ്ങുകളിലൊക്കെ നമുക്ക് പങ്കെടുക്കാമെന്ന് പറയുന്നത് വളരെ ആഗ്രഹമുള്ള കാര്യമായിരിക്കും. നമ്മൾ അതിലങ്ങോട്ട് ഇൻവോൾവ് ആവും. അപ്പോൾ നമ്മളറിയാതെ അവരത്രയും വൈബായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ്. എന്താ പറയേണ്ടതെന്നറിയില്ല. ഹരേ കൃഷ്ണ.